അതെ, മുൻ പൂഞ്ഞാർ MLA PC ജോർജ് കാലങ്ങളായി വർഗീയ പരാമർശം തുടങ്ങുകയാണ്. അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് 14-15 ദിവസം റിമാൻഡ് ആവുകയും അതിനുശേഷം പുറത്തിറങ്ങുകയും ചെയ്തതാണ്. ശേഷവും സർക്കാരിനെയും കോടതിയിലെയും വെല്ലുവിളിച്ചുകൊണ്ട് വർഗീയ പരാമർശങ്ങൾ തുടരുന്ന സമീപനമാണ് PC ജോർജിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. പരാതി തൊടുപുഴയിൽ സംഘടിപ്പിച്ച EAP ഹാളിൽ തൊടുപുഴയിൽ സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമിൽ വന്നിട്ട് മുസ്ലിം സമുദായം, ഇന്ത്യയിലെ മുസ്ലിം സമുദായം മുഴുവൻ മറ്റു സമുദായക്കാരെ ജീവിക്കാൻ അനുവദിക്കാത്ത തലമുറയാണ് മുസ്ലിങ്ങൾ വളർത്തിവിടുന്നതെന്നുള്ളതാണ് PC ജോർജിൻ്റെ സമീപനം. അത്തരത്തിലുള്ള സംസാരമാണ് PC ജോർജ് തൊടുപുഴയിൽ പറഞ്ഞിരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രിയും നമ്മുടെ അഭിമാനവുമായ നെഹ്റു ഒരു മുസൽമാനാണെന്നും അദ്ദേഹം മുസൽമാനായതുകൊണ്ട് ഇന്ത്യയെ നശിപ്പിക്കാൻ, മുസൽമാനായ അദ്ദേഹം ഇന്ത്യയെ നശിപ്പിക്കാനുള്ള സമീപനങ്ങൾക്ക് തുടക്കം കുറിച്ചത് നെഹ്റു ആണെന്നാണ് അദ്ദേഹം തൊടുപുഴയിൽ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ പരാതിയിലും ഇത്തരം കാര്യങ്ങളാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. മറ്റു മതക്കാരെ ജീവിക്കാൻ സമ്മതിക്കാത്ത സമീപനം സ്വീകരിക്കുന്നവരാണ് മുസ്ലിങ്ങളെന്ന് പറയുമ്പോൾ കേരളത്തിൽ വർഗീയ പ്രശ്നങ്ങൾക്ക് മൊത്തം മുസ്ലിം എന്ന ഒരു പേരുള്ള ഒരു സമുദായമാണ് കാരണക്കാരെന്നുള്ളതാണ് PC ജോർജ് പറഞ്ഞിരിക്കുന്നത്. അത്തരം സമീപനങ്ങൾ തൊടുപുഴയിൽ സംസാരം തൊടുപുഴയിൽ ഉണ്ടാവാൻ യൂത്ത് ലീഗ് തൊടുപുഴയിൽ സമ്മതിക്കില്ല. ഞങ്ങൾ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ, ഇരട്ടച്ചങ്കൺ എന്ന് പറഞ്ഞ പിണറായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ തൊടുപുഴയിൽ തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി തൊടുപുഴയിൽ മുസ്ലിം യൂത്ത് ലീഗ് മുന്നോട്ട് പോകുമെന്നുള്ള ഞങ്ങൾക്ക് പറയാനുള്ളത്.